എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമ്മുടെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോൾ കുറേ അവാർഡുകൾ കിട്ടുന്നില്ലേ? ഇപ്പോൾ സ്വരാജ് ട്രോഫി എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഫ്ലെക്സിൽ മാത്രമാണോ അല്ല ഇതെങ്ങനെ ആൾക്കാർ ചോദിക്കുന്നതാണ്. ആ ചോദിക്കുന്നതിനുള്ള മറുപടി എന്തായാലും വേണ്ടേ? അത് ഇപ്പോൾ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് യഥാർത്ഥത്തിൽ അതിന് ഗുണം കിട്ടുന്നുണ്ടോ? യെസ്, അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ചർച്ച പൊതുവിൽ നടക്കുന്നുണ്ട്. മട്ടന്നൂർ നഗരസഭയ്ക്ക് ഇങ്ങനെ ഒരു സ്വരാജ് ട്രോഫി പുരസ്കാരം കിട്ടിയെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 2ാം സ്ഥാനത്തിനുള്ള പുരസ്കാരമാണ് മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിച്ചത്. അപ്പോൾ അതിനെക്കൊണ്ട് എന്താണ് കാര്യം? ഇങ്ങനെ ഫ്ലെക്സ് വെക്കുക അല്ലെങ്കിൽ ഭരണസമിതിക്കൊക്കെ അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വെക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യമുണ്ടോ? ഇവിടെ റോഡുണ്ടോ പാലമുണ്ടോ എന്നൊക്കെ നമ്മൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പം 40 ലക്ഷം രൂപയാണ് 2ാം സമ്മാനം കിട്ടുന്ന ആ തദ്ദേശ സ്ഥാപനത്തിന് കിട്ടുന്നത്. ആ 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെയർമാനോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ കൊണ്ടുപോകാൻ കഴിയില്ല. അത് ആ തുക ഈ നഗരസഭയിൽ ഏതൊക്കെ ഉപയോഗിക്കണം എന്നുള്ള മാനദണ്ഡം വരുന്നേ ഉള്ളൂ. അത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വകുപ്പ് തീരുമാനിച്ചതിന് ശേഷം അതിൽ പറയുന്ന നിർദ്ദേശാനുസരണം ആ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ 40 ലക്ഷം രൂപ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ മേഖലയ്ക്ക് വിനിയോഗിക്കാം. അതിൽ പ്രധാനമായും നികുതി പിരിവ്, അതുപോലെ ഹാപ്പി ഏജ്, അതുപോലെ സാംസ്കാരികോത്സവം, അങ്ങനെ വിവിധ പദ്ധതികളെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിലൊക്കെ നമ്പർ 1 ആയതിന്റെ പേരിലാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇതിനൊക്കെ നമ്പർ 1 ആണോ എന്നൊരു സംശയം സ്വാഭാവികമായും നമ്മൾ കാണുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മറ്റൊരുക്കാർക്കൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു തുക വരുമ്പോൾ ആ തുക വിനിയോഗിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ആ തുക എല്ലാം കിട്ടൂല. ഇപ്പൊ നമ്മൾ ഇരിട്ടി നഗരസഭ കിട്ടൂലല്ലോ. അപ്പൊ അത് ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി അങ്ങനെ ഒരു തുക കിട്ടുകയാണ്. ഇത് കൂടാതെ വികസനത്തിനോടൊപ്പം മറ്റൊരു വികസനത്തിനൂടെ ആ ഫണ്ട് ഉപയോഗിക്കല്ലോ. 40 ലക്ഷം രൂപ ഉപയോഗിക്കാനുള്ള അവസരമാണ്. ഒപ്പം തന്നെ ഈ ഒരുപക്ഷെ ഇങ്ങനെ അവാർഡ് കിട്ടിയ നഗരസഭ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിന്റെ ഒരു ഫണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും ഗ്രാൻഡ് തരത്തിലുള്ള ഒരു എമൗണ്ട് കൂടി മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ആളുകൾ ഇതിനെ ഒരു എന്താണ് ഇങ്ങനെ അവാർഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് സ്വച്ഛ് ഷഹർ പുരസ്കാരം, അത് ശുചീകരണ മേഖലയ്ക്ക് മട്ടന്നൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പുരസ്കാരമാണ്. ആ സമയത്തും ആളുകൾക്ക് ഇതേപോലെ എന്ത് സ്വച്ഛ് ഷഹർ, ഇവിടെ ശുചിത്വമുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ കമന്റായി നമ്മൾ വ്യക്തിപരമായി കാണുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്. കുറച്ച് വളരെ ചുരുക്കം ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് ചോദിക്കുന്ന അവരുടെ സംശയം ദൂരീകരിക്കേണ്ടതുണ്ട്. അവരുടെ സംശയം മാറ്റേണ്ട അല്ലേ? പോലത്തെ സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട്. അപ്പൊ ചില ഘടകങ്ങളൊക്കെ ശുചീകരണ മേഖലയിലുള്ള ചില ഘടകങ്ങളൊക്കെ വെച്ചിട്ടാണ് അത്തരം സ്വച്ഛ് ഷെയർ അവാർഡും പരിഗണിക്കപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു മിഠായി കടലാസ് നമുക്ക് വീണാൽ അത് പെറുക്കിയിടാനുള്ള കുറെ ബോക്സ് ഉണ്ട്, മുനിസിപ്പാലിറ്റി കാണലില്ല. അപ്പൊ അത് പൂർണ്ണമാണോ എന്ന് വെച്ചാൽ പൂർണ്ണമാണെന്നില്ല. കാരണം അത് നമ്മളും കൂടി വിചാരിക്കണം, എന്നാലേ പൂർണ്ണമാവുള്ളൂ. പക്ഷെ അതിനുള്ള വലിയൊരു പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ആ പരിശ്രമം എന്ന് പറയുന്നത് ഒരു നഗരസഭ മാത്രം വിചാരിച്ച് നടക്കില്ല. അത് നമ്മൾ കൂടി പൊതുസമൂഹം കൂടി ചിന്തിച്ചാലേ നടക്കും. അപ്പൊ അത് നടത്തിക്കൊണ്ട് എന്താ കാര്യം എന്ന് പല ആളും ചോദിച്ചു. ഇങ്ങനെ അവാർഡ് കിട്ടി എന്താ കാര്യം? കേന്ദ്ര സർക്കാരിന് അവാർഡ് കിട്ടി, ഇങ്ങനെ ചെയർമാൻ ഇങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ ഇതൊക്കെ വാങ്ങിക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആക്കി അവാർഡ് വാങ്ങിക്കുക എന്നല്ലാണ്ട് വേറെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചല്ലേ, 3 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഫണ്ട് ഗ്രാന്റ് മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിച്ചത്. ആ 3 കോടി ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ ശുചിത്വം, മാലിന്യം, കുടിവെള്ളം, അങ്ങനെയുണ്ട്. ചില വകുപ്പിന് കിട്ടുമ്പോൾ അത് ഇന്ന വിഭാഗത്തിന് മാത്രമേ ചെലവഴിക്കാൻ പറ്റുന്നുള്ളൂ. ചില ആൾ ചോദിക്കുമല്ലോ, ഈ സ്റ്റേജ് എടുക്കുന്ന പൈസ എടുത്തിട്ട് മീ മാർക്കറ്റിൽ കൊടുത്തൂടെ, മീ മാർക്കറ്റിന്റെ പൈസ എടുത്തിട്ട് മറ്റേ ക്ലോക്ക് ടവറിൽ കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന പൈസ ആ വകുപ്പിന് മാത്രമേ വിനിയോഗിക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പൊ പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ ഫണ്ട് എടുത്തിട്ട് മറ്റേ എക്സൈസ് വകുപ്പിന് ഉപയോഗിക്കാൻ. അപ്പൊ അതേപോലെ അതാത് വകുപ്പിന് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെ 3 കോടി രൂപ ഈ ശുചിത്വ, മാലിന്യ, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മട്ടന്നൂർ നഗരസഭയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ട് ഉണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള പരിശ്രമം ഇപ്പോൾ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വരുന്നതോടെ മട്ടന്നൂർ ടൗണിലെ മാലിന്യത്തിനൊക്കെ പരിഹാരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത്രയും ഫണ്ട് വരണം. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടൂല. അപ്പൊ അത് നിങ്ങൾ അവാർഡ് മാത്രമായി ചുരുക്കി നമ്മൾ കാണേണ്ടതില്ല. അവാർഡ് കിട്ടി അവർക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മളെ മുനിസിപ്പാലിറ്റിക്കും കൂടി ഗുണം, നമുക്കും കൂടി ഗുണം. മുനിസിപ്പാലിറ്റിക്ക് നാട്ടിൽ ജീവിക്കുന്ന കൂടി അതിനകത്തൊരു ഗുണമുണ്ട്. അങ്ങനെ പോസിറ്റീവായ ചിന്തയിലേക്ക് നമുക്ക്
കൊണ്ടുപോകാൻ തോന്നിയിട്ട് കുറേ ആളുകളുടെ സംശയമാണ് അവാർഡ് കിട്ടി എന്തിന് കാര്യം, വെറുതെ ചെണ്ട കൊട്ടിയിലാക്കി എന്തിനാ കൊടുക്കുന്നത്, അവിടെ ഇതില്ല എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളല്ലേ നമ്മളെ കല്ലൂര്, കീച്ചേരി, ആ സ്ഥലങ്ങൾ പണ്ടെല്ലാം പറഞ്ഞാൽ വേസ്റ്റ് ഇടൽ ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ എല്ലാം മാലിന്യം ഒന്നും എവിടെയും കാണില്ല. 99% കുറഞ്ഞു. കാരണം അവിടെ എവിടെയെല്ലാം ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്, അതെല്ലാം കൊണ്ടായിരിക്കും നല്ല വളരെ നീറ്റാണ്. അല്ലെങ്കിൽ ആള് സ്മെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം പൂർണ്ണമാവില്ല. പൂർണ്ണമായ പിന്നെ നമ്മുടെ ആവശ്യമില്ല. നമ്മൾ വെച്ചാൽ മൊത്തത്തിൽ ആവശ്യമില്ലല്ലോ. പൂർണ്ണത ഒന്നിലുമില്ല, അപൂർണമാണ് എല്ലാം. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളും ഇത്തരം സംവിധാനങ്ങളൊക്കെ കിട്ടുന്നതോടുകൂടി അതിന്റെ ഗുണഭോക്താവായി നമ്മുടെ നഗരത്തിലെ ആളുകൾക്ക് കൂടി അതിന്റെ ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അത് നിങ്ങളുമായി പങ്കുവെക്കണം തോന്നി. കാരണം ഇന്നലെ ജാഗ്രതാ സമിതിയുടെ ഒരു പുരസ്കാരം കൂടി 2ാം തവണയും മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുരസ്കാര നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഏതെങ്കിലും തരത്തിലൊക്കെ അതിന്റെ ഗുണഭോക്താക്കളായി ഞാനും നിങ്ങളും മാറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനുകൂലമായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പേരിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടുകൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഒരു സദസ്സ് മാത്രമല്ല, അതിന്റെ പിന്നിൽ കുറേ പ്രയത്നമുണ്ട്. ഇനി അങ്ങോട്ടുള്ള മുന്നിലും അതിനേക്കാളേറെ ഗുണകരമായ പ്രയത്നം കൂടി നടക്കുന്ന പദ്ധതികളാണ് ഇത്തരം അവാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അല്ല ഇത് ഇത്ര നല്ലൊരു രീതിയിൽ ഭാവ പറഞ്ഞെന്ന് അത് എനിക്ക് നല്ലോണം മനസ്സിലായി. കുറെ കാര്യങ്ങളൊന്നും അറിയില്ല, എനിക്ക് ഇത് അറിയാത്ത കാര്യങ്ങളാണ്. അല്ല എനിക്കറിയില്ലേനു ഈ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും എന്നുള്ള ഇങ്ങനെ അവാർഡ് കിട്ടുമെന്ന് ചോദിച്ചത് ആദ്യം അറിയില്ല. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ സംശയത്തിൽ നിന്നാണ് ഇത്തരം ആളുകളോട് എന്താണ് ഇതിനെ കൊണ്ട് കാര്യം, ഒരു അവാർഡ് പോയി വാങ്ങാൻ ശരി വാങ്ങിക്കാന്നല്ലാണ്ട് പറഞ്ഞ കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവരിങ്ങനെ ഇന്നതാണെന്ന് പറയുമ്പോൾ നമ്മൾ കൂടി അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പഠനം കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നമ്മൾ ചോദിക്കാം. ഇതിലിപ്പോൾ ഇനി കമന്റ് പറഞ്ഞോ, ഈ കമന്റ് നമ്മൾ പിന്നെ എങ്ങനെ പഠിച്ചിട്ട് പറഞ്ഞു. ഈ പറഞ്ഞതിനും ചിലപ്പോൾ ചെറിയ തെറ്റുകൾ ഉണ്ടായി എന്നും വരാം. അത് ഉണ്ടെങ്കിൽ അതും പരിശോധിച്ച് നിങ്ങളുമായി അടുത്ത ദിവസം പറയും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും മട്ടന്നൂർ നഗരസഭയിൽ റോഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ വിഷയവുമായി നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട്. അതും ആ വിഷയവും സംസാരിക്കില്ല. എല്ലാം സംസാരിച്ചിട്ട് നമ്മൾ പോകുക. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ വികസന സംബന്ധമായ പരിപാടികളെക്കുറിച്ചും വികസന ഇല്ലായ്മയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ വേറെ അങ്ങനെ ആരോടും പരിഗണനയോ അവഗണനയോ ഒന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. തിരുത്തുന്നവർക്ക് തിരുത്താം, തിരുത്താത്തവർക്ക് തിരുത്താതെ പോകാം. നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. Grace International School, Kidalur, Valayan, an initiative of the Roman Catholic Diocese of Kannur, CBSE syllabus. കണ്ണൂർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂൾ, കീഴല്ലൂർ, വളയാൽ. LKG മുതൽ 7ാം ക്ലാസ് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സ്പാനിഷ് ഭാഷ പഠിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനം. മികവാർന്ന ഇംഗ്ലീഷ് പരിജ്ഞാനം. Our facilities: library, സയൻസ് ലാബ്, computer lab, മൾട്ടിമീഡിയ ക്ലാസ് റൂം, indoor playroom for KG kids. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ചെണ്ട, കരാത്തെ, ക്ലാസിക്കൽ ഡാൻസ്, സ്പെഷ്യൽ അബാക്കസ് ക്ലാസ്. സ്പെയിൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരുടെ പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ. മൈ കിഡ്സ്, ന്യൂ ഇന്റർനാഷണൽ പ്രോഗ്രാം ഫോർ KG കിഡ്സ്, എ ഫോണിക് ബേസ്ഡ് പ്രോഗ്രാം. സ്വതന്ത്രമായി ഇംഗ്ലീഷ് വായിക്കുന്നതിനും സ്ഫുടതയോടെ സംസാരിക്കുന്നതിനും കഴിയുന്ന രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുവാനും അവരിലെ സാഹിത്യാഭിരുചി പരിപോഷിപ്പിക്കുന്നതിനും ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഭാഷാധിഷ്ഠിത പരിപാടിയാണ് മൈ കിഡ്സ്. മൈ കിഡ്സ്. ഫോൺ 7510793958. ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂൾ, കീഴല്ലൂർ, വളയാൽ. കണ്ണൂർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂൾ, കീഴല്ലൂർ, വളയാൽ. An initiative of the Roman Catholic Diocese of Kannur.